കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഡിസംബർ 19 മുതൽ 22 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ഷോ. ഓങ്ങല്ലൂരിൽ LDF തിരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ LDFന്റെ റാലി സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായി നിർവഹിക്കാൻ കരുത്തുള്ള ഇടതുപക്ഷത്തിന്റെ നായകത ഈ ഓങ്ങല്ലൂരിന്റെ മണ്ണിലൂടെ ചരിത്രമണിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഓങ്ങല്ലൂരിന്റെ വികസന സ്വപ്നങ്ങൾ ഓങ്ങല്ലൂരിന്റെ മണ്ണിലൂടെ കടന്നു വരുന്നു. അതവരെ രക്ഷിക്കാൻ, ജനാധിപത്യം നിലനിർത്താൻ, വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ മികവുള്ളതാക്കാൻ ഓങ്ങല്ലൂരിലും കേരളത്തിലാകെയും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് വിനയ പരിസരം തുടർന്ന് ഓങ്ങല്ലൂർ കാരക്കാട് റോഡിൽ നടന്ന പൊതുസമ്മേളനം മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ ഇന്ത്യ രാജ്യത്ത് അനേക ലക്ഷം മനുഷ്യരാണ് അസുഖങ്ങളായി ചികിത്സ കിട്ടാതെ മരിക്കുന്നതെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ആരോഗ്യ മേഖലയിൽ ആർദ്രം എന്ന് പറയുന്ന വളരെ മനോഹരമായ പദ്ധതി ഇന്ത്യ രാജ്യത്ത് ഒരു ബദൽ വികസന കാഴ്ചപ്പാട് സാധ്യമാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ കാലത്ത് പൊതുവിദ്യാലയങ്ങൾ പൂട്ടിപ്പോകുന്ന ഈ കാലത്ത് സാധാരണക്കാരന് പഠിക്കാൻ അവസരങ്ങളില്ലാതെ നമ്മുടെ രാജ്യത്ത് കഷ്ടപ്പെടുന്ന സമയത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്ത നമ്മുടെ ഗവൺമെന്റ് ഈ കേരളത്തിന്റെയും ഇന്ത്യയുടെയും പ്രകൃതിയെക്കുറിച്ച് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഹരിത കേരളം പോലെയുള്ള വളരെ മികച്ച പദ്ധതി കൊണ്ട് സാധ്യമാണ് എന്ന് തെളിയിച്ച ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം. ആ പിന്തുണയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പ്രായമായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് പരിഗണന കൊടുത്ത ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. ഇടതുപക്ഷത്തിന്റെ മറ്റൊരു പേരുണ്ട്. ഇടതുപക്ഷത്തിന് നമ്മുടെ ഭരണത്തിലൂടെ തെളിയിച്ച മറ്റൊരു പേരുണ്ട്, അത് ഹൃദയപക്ഷമാണ്. TV ഗിരീഷ് അധ്യക്ഷനായിരുന്നു. പ്രശാന്ത്, AN നീരജ്, NP വിനയകുമാർ, MR ജയശങ്കർ, ഖാദർ, AM നാരായണൻ, PV രതീഷ്, PV രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.